ഹലോ ഫ്രണ്ട്സ്, ഇത് കുറച്ച് നാൾ മുമ്പ് പോയൊരു ചെറിയ ട്രിപ്പാണേ. കസിൻസ് ഇങ്ങനെ ട്രിപ്പ് പോകുന്ന സമയത്ത് വരുന്നുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ അപ്രതീക്ഷിതമായി കിട്ടിയൊരു ട്രിപ്പായിരുന്നു. അപ്പോൾ ആദ്യം വ്ളോഗിംഗ് ഒന്നും വേണ്ടാന്ന് വിചാരിച്ചു, പിന്നെ വിചാരിച്ചു ഓരോ യാത്ര ഓരോ അനുഭവങ്ങളല്ലേ, അങ്ങനെ എല്ലാം ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, എങ്കിലും കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളവിടെ എത്തിയപ്പോൾ നല്ല രാത്രിയായിട്ടുണ്ടായിരുന്നു. നാഗർകോവിൽ സ്റ്റേഷനിലായിരുന്നു ഇറങ്ങിയത്. അവിടെ നിന്നൊരു ടാക്സിയിലേക്ക് മറ്റൊരു റിലേറ്റീവ് താമസിക്കുന്ന ടൗൺഷിപ്പിലേക്കായിരുന്നു ഞങ്ങൾ പോയത്. അവിടെ ആയിരുന്നു രാത്രി സ്റ്റേ കേട്ടോ. രാത്രിയിലാണ് ഞങ്ങൾ വീഡിയോസൊന്നും എടുത്തില്ല. പിറ്റേന്ന് വെളുപ്പിന് ഞങ്ങൾ അതിൻ്റെ തൊട്ട് പുറയിൽ കടലായതുകൊണ്ട് ഞങ്ങൾ സൂര്യോദയം കാണാൻ പോയത്. പക്ഷേ വിചാരിച്ച കൂട്ട് കാണാൻ പറ്റിയില്ല, മേഘങ്ങളൊക്കെ കൊണ്ട് മറഞ്ഞ് നിൽക്കുമായിരുന്നു. നല്ലപോലെ കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഞാൻ ഈ സൂം ചെയ്ത് കാണിക്കുന്നതാണ് കൂടംകുളം ന്യൂക്ലിയർ പവർ പ്ലാന്റ്. അവിടെയാണ് അണ്ണൻ ജോലി ചെയ്യുന്നത്. അപ്പം ഞങ്ങളെ ഇന്ന് അവിടെ കൊണ്ട് കാണിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവിടുത്തെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല, കാരണം അവിടെ ഫുള്ള് റെസ്ട്രിക്റ്റഡ് ആണ്, നമ്മൾ ഫോണൊന്നും അലൗഡ് അല്ല. അപ്പോൾ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും, കാരണം അവിടെ അല്ലാതെ അങ്ങനെ ചെന്ന് കയറാനൊന്നും പെട്ടെന്ന് പറ്റത്തില്ലല്ലോ. അപ്പോൾ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും, അതിനുവേണ്ടി വെയിറ്റിങ്ങിലാണ്. അങ്ങനെ കുറേ നേരം അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ തിരിച്ച് ടൗൺഷിപ്പിലേക്ക് നടന്നു. നടക്കുന്ന സമയത്ത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഈ ചെടി കാണാൻ. അതിലിങ്ങനെ ഫുള്ളിങ്ങനെ ഡ്യൂ ഡ്രോപ്സ് ഇങ്ങനെ നല്ല രസമായിരുന്നു കാണാൻ. അങ്ങനെ വീണ്ടും നടന്നപ്പോൾ ഫുള്ള് മയിലുകളായിരുന്നു കേട്ടോ. ആ പോകുന്ന വഴിയിലെല്ലാം ടൗൺഷിപ്പിൽ നമ്മൾ രാത്രി കടന്നുറങ്ങുന്ന സമയത്തോ വെളുപ്പിനെയാണോ എന്തോ രാത്രി ഇങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ സൗണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ ഇങ്ങനെ രാത്രി കിടക്കുന്ന സമയത്ത് മയിലിൻ്റെ സൗണ്ടും അങ്ങനെയൊന്നും കേട്ട് ശീലമില്ലാത്തതുകൊണ്ട് എനിക്ക് പൂച്ച കരയുന്ന കൂട്ടായിരുന്നു തോന്നിയത്. ഞാൻ വെച്ചാൽ ഷെയ്ഡിലെങ്ങാനും പൂച്ച ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ രാവിലെ എഴുന്നേറ്റപ്പോൾ അവിടുത്തെ അണ്ണൻ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത് ഫുള്ള് മയിലാണ്. അവിടെ എപ്പോഴും മയിലുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ കുറേ മയിലുകളെ കണ്ടു. ടൗൺഷിപ്പിനകത്ത് തന്നെ നടന്നു കാണാൻ കുറേ ഉണ്ട്. ഇവിടെയുള്ള കുട്ടികൾക്കുള്ള സ്കൂളും എല്ലാം ഇതിനകത്ത് തന്നെയുണ്ട്. കാഴ്ചകൾ കണ്ട് നടന്നു വന്നപ്പോഴത്തേക്കും നേരം വെളുത്തിരുന്നു. ഇവിടെയായിരുന്നു ഞങ്ങൾ സ്റ്റേ ചെയ്തിരുന്നത്. ഇതായിരുന്നു അണ്ണൻ്റെ വില്ല. പിന്നെ രാവിലെ ഇവിടെ നിന്ന് ഫ്രഷ് ആയിട്ട് കൂടംകുളമായിരുന്നു പോരുന്നത്. അവിടെ ഞാൻ പറഞ്ഞല്ലോ ഫോണൊന്നും അലൗഡല്ല. പിന്നെ വൈകിട്ട് എല്ലാവരും കൂടി കന്യാകുമാരിയിലേക്ക് പോയി. ഞാനൊരു 10 വർഷം മുമ്പ് കന്യാകുമാരി വന്നിട്ടുണ്ട്. അന്ന് വിവേകാനന്ദ പാറ കയറിയതൊക്കെ ചെറിയൊരു ഓർമ്മയുണ്ട്. ഇപ്പോൾ അവിടെ പണി നടക്കുക, ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അയിമിക്ക് കൂടുതൽ സമയം അണ്ണൻ എടുത്തുകൊണ്ട് നടക്കായിരുന്നു. ഒരു പമ്പരമൊക്കെ വാങ്ങിച്ചു കൊടുത്തപ്പോഴത്തെ ആൾ ഭയങ്കര ഹാപ്പിയായി. ഇവിടെ കൂടുതൽ കടകളിലും മറ്റേ ശംഖിൻ്റെ കുറേ കരകൗശല വസ്തുക്കളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരുന്നു. ആൻറ്റി പാപ്പനൊന്നും അങ്ങനെ ട്രിപ്പൊന്നും പോകുന്ന കൂട്ടത്തിലല്ല. അണ്ണന്മാരും ചേച്ചിയൊക്കെ ഒരുപാട് നിർബന്ധിച്ചാണ് ആൻറ്റി ഈ ട്രിപ്പിൽ നിന്ന് കൊണ്ടുവന്നത്. വെക്കേഷൻ സമയം ആയതുകൊണ്ടാണ് എൻ്റെ അമ്മയും ഈ ട്രിപ്പിന് കിട്ടിയത്. അതുകൊണ്ട് തന്നെ നല്ല തിരക്കുള്ള സമയം കൂടിയായിരുന്നു. പല ഷോപ്പുകളിലേക്കും എൻ്റെ കണ്ണിങ്ങനെ മാറി മാറി മിന്നി മറിഞ്ഞെങ്കിലും അധികം ഷോപ്പിംഗ് ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ തിരുവള്ളൂരിൻ്റെ പ്രതിമ ബാക്ക്ഗ്രൗണ്ടാക്കി കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ നിന്നു. ഈ കൂടുതൽ ആളും അസ്തമയം കാണാൻ നിൽക്കുന്നവരാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ തിരക്ക് കൂടിക്കൊണ്ടേയിരിക്കുമായിരുന്നു. അപ്പം കടലിനെ ലക്ഷ്യമാക്കി വീണ്ടും നടന്നു തുടങ്ങിയപ്പോഴാണ് സോണിച്ചിച്ച് കുറച്ചധികം മാങ്ങയായിട്ട് വന്നത്. പിന്നെ അതൊക്കെ കഴിച്ച് കുറച്ച് നേരം കഴിഞ്ഞിട്ട് വീണ്ടും കടലിൻ്റെ അടുത്തോട്ട് തന്നെ നടന്നു. അമ്മയ്ക്കും വസന്താൻ്റിക്കും ഒക്കെ ഒന്ന് എവിടെയെങ്കിലും ഒന്ന് ഇരുന്നാൽ കൊള്ളാമെന്നായിട്ടുണ്ടായിരുന്നു, കാരണം കുറേ നേരം കൊണ്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അവർ പയ്യെ ഒരു സീറ്റ് കണ്ടുപിടിക്കാനുള്ള പ്ലാനിങ്ങിലായിരുന്നു. കടലിൽ ഇറങ്ങാനും വെള്ളത്തിൽ കളിക്കാനൊന്നും വലിയ താല്പര്യമില്ലാതെ രണ്ടുപേരും ഒതുങ്ങി മാറി മാറി നിൽക്കുമായിരുന്നു. ഐമികയുടെ പേരും പറഞ്ഞ് പയ്യെ രണ്ടുപേരും ഒരു സീറ്റൊക്കെ ഒപ്പിച്ച് അങ്ങനെ ഇരിക്കാൻ പോയി. ഒരുപാട് വിളിച്ചിട്ടും വെള്ളത്തിൻ്റെ അടുത്തേക്ക് രണ്ടുപേരും വരുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി വെള്ളത്തിൻ്റെ അടുത്ത് പോയി കുറേ നേരം അവിടെ നിന്ന് വെള്ളത്തിൽ കളിയൊക്കെ ആയിരുന്നു. അവിടെ മണ്ണ് പറ്റത്തില്ല, അതാണ് ഏറ്റവും വലിയ ഒരു ഗുണം. കാരണം അവിടെ നല്ലോണം സിമെൻറ്റ് ചെയ്ത് ഇങ്ങനെ സ്റ്റെപ്പായിട്ടൊക്കെ ചെയ്തിട്ടേക്കുക. അതുകൊണ്ട് നമുക്ക് നല്ലോണം അവിടെ നിൽക്കാം. ഡ്രസ്സ് ഫുള്ള് ഇച്ചിരി വെള്ളം നനഞ്ഞാലും അത് പെട്ടെന്ന് ഉണങ്ങി, മണ്ണ് കയറി എന്നുള്ള പ്രശ്നം ഇല്ലായിരുന്നു. ഞാൻ അവർ മാക്സിമം വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് അവർ സംസാരിക്കുന്നത് വരുന്നില്ലല്ലോ, മണ്ണ് പറ്റത്തില്ലല്ലോ എന്നൊക്കെയാണ് അവർ പറയുന്നത്. പിന്നെ ഞങ്ങളുടെ ശല്യം സഹിക്കാൻ വയ്യാതെ രണ്ടുപേരും വന്നു കഴിഞ്ഞപ്പോൾ രണ്ടുപേർക്ക് സന്തോഷമായി. കൊള്ളാലോ എന്നുള്ളൊരു മുഖഭാവമായിരുന്നു രണ്ടുപേർക്കും. അടുത്ത ലക്ഷ്യം അസ്തമയം കാണുക എന്നുള്ളതായിരുന്നു.
ഈ ഫോണിലത് എത്രത്തോളം കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. നല്ല ചുവപ്പ് കളറായിരുന്നു സൂര്യന്. നേരിട്ട് കാണാൻ നല്ല ഭംഗിയായിരുന്നു. കാരണം അത്രയും ആളുകൾ അവിടെ തിങ്ങി നിൽക്കുന്നത് തന്നെ ഇത് കാണാൻ വേണ്ടിയിട്ടായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരും കണ്ണിമ വെട്ടാതെ ഇങ്ങനെ നോക്കി നോക്കി നിൽക്കുമായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ വീണ്ടും തിരികെ നടന്നു. അസ്തമയം കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ കുറച്ച് ഷോപ്പിങ്, ചെറിയ ചെറിയ ചില സംഭവങ്ങൾ നമ്മളെവിടെ പോയാലും ഒരു ഓർമ്മയ്ക്ക് വേണ്ടി വാങ്ങുമല്ലോ, അങ്ങനെ ഓർമ്മയ്ക്ക് വേണ്ടി ചില ഐറ്റംസൊക്കെ വാങ്ങി അങ്ങനെ തിരികെ പോന്നു. അപ്പോൾ അന്ന് നൈറ്റ് ഞങ്ങൾ ടൗൺഷിപ്പിലായിരുന്നു സ്റ്റേ. പിറ്റേന്ന് രാവിലെയാണ് ഞങ്ങൾ തിരിച്ചു പോരുന്നത്. പിറ്റേന്ന് രാവിലെ ഇങ്ങനെ വിൻമില്ലൊക്കെ കണ്ട് പയ്യെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോന്നു. അപ്പോൾ പുതിയൊരു യാത്രയിലെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.